ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പുഞ്ച കാണാൻ പോവാണ് കേട്ടോ. ഇത് പന്തളം കഴിഞ്ഞിട്ട് നമ്മുടെ കുരമ്പാല അവിടെ അകത്തോട്ടാണ് നമ്മുടെ സ്ഥലം. ഇതൊരു പുഞ്ചയാണ്. കരിങ്ങാലിൽ പുഞ്ച എന്നാണ് അതിൻ്റെ പേര്. വളരെ മനോഹരമായൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. നമുക്കും എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ പന്തളം കഴിഞ്ഞിട്ട് നമ്മൾ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ അതുവഴി ഇങ്ങനെ പോകുമ്പോൾ നല്ല മനോഹരമായ കുറച്ച് സ്ഥലങ്ങൾ നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ പറ്റും. കാരണം രണ്ട് സൈഡും വയലുകളും പിന്നെ ഈ ഈവനിങ് ടൈമിൽ നമ്മൾ പോകുന്ന ടൈമിൽ നല്ലൊരു പച്ചപ്പും നല്ല രസമാണ്. നമുക്കിത് കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ പുഞ്ചയിലോട്ട് എത്താമെന്നുള്ളതാണ് വേറൊരു രസം. അപ്പോൾ നമുക്ക് എന്തായാലും പോയിന്ന് പുഞ്ച കണ്ടിട്ട് വരാം കേട്ടോ. അതുകൊണ്ടല്ലേ അതല്ലയോ അതല്ലേ പുഞ്ച. You have arrived. പള്ളിത്തറ. അപ്പോൾ നമ്മുടെ പുഞ്ച എത്താറായി. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ കറക്റ്റ് ആദ്യം പോയത് പുഞ്ചയുടെ അപ്പുറത്തെ സൈഡായിരുന്നു. പക്ഷെ നമുക്ക് കാണേണ്ടത് ഇപ്പുറത്തെ സൈഡിലാണ്. പിന്നെ ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് അതുവഴി നടക്കാൻ പറ്റത്തില്ലെന്നാണ് ഇവർ. പുഞ്ച എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും മനോഹരമായൊരു പുഞ്ചയാന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇത് പണ്ട് കാലത്ത് വയലായിരുന്നെന്നാണ് പറയുന്നത്. ഇവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നെന്ന് പോലും. അപ്പോൾ ഇപ്പോൾ ഇവിടെ കൃഷിയൊന്നും ആർക്കും ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഇതുപോലെ വെള്ളം കയറി ഇങ്ങനെ കിടക്കുവാണ്. നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ നമുക്ക് പുഞ്ചയുടെ അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ പക്ഷേ വെള്ളം കയറി മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഇഷ്ടം പോലെ മീനുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൊട്ടവഞ്ചി, ചെറിയ ചെറിയ തുഴഞ്ഞ് തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന ബോട്ടുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആണോ? വിളിച്ചിട്ടൊന്ന് പറയണേ. അവൻ വിളിക്കാന്ന് പറയണേ. ഞാൻ ഇന്നോലെ വണ്ടി ഏറ്റവും മഴയായിരുന്നു. നമുക്ക് ഈ സൈഡിൽ കുറച്ച് നമുക്കൊന്ന് ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ. ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ കല്ലെറിഞ്ഞ് കളിക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം ഒന്ന് കല്ലെറിഞ്ഞ് നോക്കാമെന്ന്. ഇതൊക്കെ ഒരു രസമല്ലയോ. അങ്ങനെ ഞാനും എറിഞ്ഞ് 2-3 കല്ലുകളൊക്കെ ഇങ്ങനെ എറിഞ്ഞു കേട്ടോ. ഞാൻ കല്ലെറിയുന്നത് കണ്ടപ്പം അനുശേട്ടനും കല്ലെറിയാനൊരാഗ്രഹം. പുള്ളി എന്നെക്കായി ഭയങ്കര സ്പീഡിൽ എറിയുമെന്നും പറഞ്ഞ് കുറേ ദൂരത്ത് നോക്കി 2-3 വട്ടം ഇങ്ങനെ എറിയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് അവിടെ അപ്പുറത്തൊരു കുഞ്ഞിനെ കണ്ടോ, പല പോസുകളിലാണ് അവർ ഫോട്ടോഷൂട്ട് നടന്നത്. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ഫോട്ടോഷൂട്ടുകളായാലും പിന്നെ വീഡിയോ എടുക്കാനായാലും ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. നമുക്ക് ഈ സൺലൈറ്റിലൊക്കെ എടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു മഴ സമയം ആയതുകൊണ്ട് ഒരു മൂടൽ പോലെ കിടക്കുവാണെങ്കിലും രാവിലെ ഒരു 6 മണിക്ക് ശേഷം വൈകുന്നേരം 4 മണിക്ക് ശേഷമൊക്കെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലം. ഈ ഭാഗത്തൂടാണ് നമുക്ക് പുഞ്ചയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നത്. നമുക്ക് പുഞ്ചയുടെ അങ്ങേ എൻഡ് വരെ പോയിട്ട് തിരിച്ചു വരാനും പറ്റും. പക്ഷേ ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പടവുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇറങ്ങി കാലൊക്കെ നനയ്ക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം മഴ ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ ഇവിടെ കൊട്ടവഞ്ചി, പിന്നെ നമുക്ക് ഈ തുഴഞ്ഞു പോകാൻ പറ്റുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ എന്നുവെച്ചാൽ ബോട്ട് പോലത്തെയൊക്കെ അതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പക്ഷേ ഇതിനകത്തൊന്നും നമ്മൾ കയറിയില്ല. പിന്നെ ഇവിടെ റേറ്റ് കുറവാണ്. ഇതിനകത്തൊക്കെ കയറുന്നതിന് 100 രൂപ, 200 രൂപ, 2 പേർക്ക് 200 രൂപ അങ്ങനെയൊക്കെയുള്ളൂ റേറ്റ്. പിന്നെ നമ്മുടെ വെള്ളത്തിലാശാനെയും കണ്ടു. കുറേ ഇങ്ങനെ കൂട്ടം കൂടി വെള്ളത്തിലാശാന്മാരിങ്ങനെ കിടക്കുന്നത് കണ്ടോ. പിന്നെ നമുക്കിവിടെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കഴിക്കാനും ഒക്കെ പറ്റും കേട്ടോ.
അപ്പോൾ ഇവിടെയാണ് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഇത് ശാന്തിതീരം എക്കോ ടൂറിസം എന്നാണ് ഇതിൻ്റെ പേര്. കരിങ്ങാലിപ്പുഞ്ച, പാലമേൽ, നൂറനാട്, ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് പോലെ അവർക്ക് ചാടിക്കളിക്കാനൊക്കെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അത് നല്ല രസമാണ്. പിന്നെ എന്താണ്, ഒരു ചെറിയ ഗാർഡൻ പോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്നൊരു കുഞ്ഞു ചായക്കടയും ഉണ്ട്. നല്ല ചായയാണ് ഇവിടെ, നല്ല ചായയും കട്ടനും ഒക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് സമാധാനത്തോടെ ചായയും കട്ടനും ഒക്കെ കുടിക്കാനും പറ്റും. പിന്നെ എന്തെങ്കിലുമൊക്കെ കടിയും ഇതുപോലെ വാങ്ങിച്ച് കഴിക്കാനും പറ്റും. അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ അടുത്ത് ഇങ്ങനൊരു മനോഹരമായ സ്ഥലം ഉള്ളപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേര് കാണും. അപ്പോൾ ഇവിടെ അടുത്തുള്ളവർക്ക് തന്നെ ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലം അറിയണമെന്നില്ല. കരിങ്ങാലിപ്പുഞ്ച ഒരുപാട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പം നമ്മൾ പോയപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഈ കരിങ്ങാലിപ്പുഞ്ച. വന്ന് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലെ ഫാമിലിയൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോസൊക്കെ എടുത്ത് ഇതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഇങ്ങനെ കളിക്കാനും ഒക്കെ പറ്റുകയും ചെയ്യും. പിന്നെ ഇതൊക്കെ ഒന്ന് കണ്ട്, പിന്നെ മഴയില്ലാത്ത സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇറങ്ങി പുഞ്ചയുടെ നടുക്കൂടി ഇങ്ങനെ ഇറങ്ങി അവിടെയൊക്കെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് അതൊരു നല്ല രസം. ഞാനത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് വന്നത്. കാരണം എൻ്റെ ഫ്രണ്ട് രഞ്ജുവാണ് പറഞ്ഞത്, എടി ചേച്ചി നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും, പക്ഷേ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അതിലെനിക്ക് വിഷമമുണ്ട്. കാരണം ഇനി എന്തായാലും മഴയില്ലാത്തൊരു ദിവസം നോക്കി ഞങ്ങൾ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെയും കൂടെ കൊണ്ടുവരണം. അവനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇഷ്ടമാണല്ലോ. അപ്പം അവനെയും കൂടെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി എന്തായാലും രണ്ടാമത് വരുമ്പോൾ അവനെയും കൂടെ കൊണ്ടുവരണം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ ഒരു മഴ സമയമൊക്കെ ആവുന്നു, മഴക്കോളൊക്കെ ആയി തുടങ്ങി. ആ സമയം കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 6, 6:30 ആയി. അപ്പോൾ നമ്മൾ മഴയത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ആളുകളും കുറവാണ്. ഇതിൽ കൂടുതൽ ആൾക്കാരൊക്കെ ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു യാത്രകൾ, ഞങ്ങളിങ്ങനെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ഇനിയും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കരിങ്ങാലിപ്പുഞ്ചയിലേക്കുള്ള യാത്ര ഇഷ്ടപ്പെട്ട എല്ലാവരും